അപ്പോൾ നമ്മൾ പാരസ്റ്റോക്കിലേക്ക് മാറ്റിയിട്ടുള്ള ഒരു സെറ്റിൻ്റെ വീഡിയോ ഓൾറെഡി നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് ഏകദേശം അവർ 3.5 മാസം പ്രായമായിട്ടുണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ അവരെല്ലാവരും ഏകദേശം ഒരു 4.5 മാസം പ്രായമായിട്ടുണ്ട്. അപ്പോൾ ഓരോപ്പത്തെ ഒരു വളർച്ചയും കാര്യങ്ങളും കാണിക്കാൻ വേണ്ടിയുള്ളൊരു വീഡിയോ ആണിത്. അപ്പോൾ ഇതാ കൂട്ടത്തിൽപ്പെട്ട ഒരാളാണ്. അപ്പോൾ ആൾ കൂവി തുടങ്ങിയിട്ടുണ്ട്. ഒരു വൈറ്റ് പുള്ളിപ്പൂവനാണ്. പിന്നെ ഈ പെടക്കുഞ്ഞും അവരുടെ കൂട്ടത്തിൽ തന്നെ എല്ലാമാണ്. ഇത് തൊപ്പിയൊക്കെ വരുന്ന ഒരു പുള്ളിപ്പെടക്കുട്ടിയാണ്. പിന്നെ ഈ നെയ്ക്കഡ് നെക്ക്, ഇതിനും ചെറിയൊരു തൊപ്പി വരുന്നതാണ്. പിന്നെ ഈ കാപ്പിരി നമ്മളങ്ങനെ കൂടുതൽ കാണിച്ചിട്ടുണ്ടാവില്ല നമ്മളെ വീഡിയോസിലൊന്നും. ഇത് ഓരെക്കാളും ഒരു 10 ദിവസം പ്രായം കുറവില്ലാണ്. എന്നാലും ഏകദേശം അവരുടെ കൂട്ടത്തിൽ തന്നെയാണ് നടക്കുന്നത്. ഇതിൽ ആൾമോസ്റ്റ് എല്ലാ പൂവന്മാരും ഇപ്പോൾ കൂവി തുടങ്ങിയിട്ടുണ്ട്. ക്രോസിങ്ങും കാര്യങ്ങളൊക്കെ തുടങ്ങി നല്ല ആക്റ്റീവ് പൂവന്മാരായി തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ ഈ ലൈനേജ് പടക്കുട്ടിയൊക്കെ ഏകദേശം മുട്ടടാറായിട്ടുണ്ട് കേട്ടോ. ഇതിലധികവും പുള്ളി വെറൈറ്റീസ് തന്നെയാണ്. വൈറ്റിൽ പുള്ളി വരുന്നുണ്ട്, അതുപോലെ ബ്ലാക്കിൽ പുള്ളി വരുന്നുണ്ട്, തൊപ്പി വരുന്നുണ്ട്. ഈ കൂട്ടത്തിൽ 1-2 പൂവന്മാരല്ലാത്ത എല്ലാവരും കൂവി ക്രോസിങ്ങൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഇവർക്കിപ്പോൾ 4.5 മാസം പ്രായമായിട്ടുള്ളൂ. ഏകദേശം ഒരു 1-1.5 മാസം കൂടെ കഴിയുമ്പോൾ തന്നെ എല്ലാവരും നല്ല അടിപൊളി പൂവന്മാരാവും. ഇവരെ ടൈലും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് വരുന്നതേ ഉള്ളൂ. ഇപ്പോൾ തന്നെ ഇവർ വിരിഞ്ഞപ്പോൾ മുതലുള്ള ഓരോ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ നമ്മളെ ചാനലിൽ കിടക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കാണാൻ ആഗ്രഹമുള്ളവർ ജസ്റ്റ് നമ്മളെ ചാനലൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. ഓരോ അപ്ഡേറ്റ്സും അതിൽ ഉണ്ടാവും. ഇതിൽ ഈ കാപ്പിരി നിലവിൽ കൂവി തുടങ്ങിയിട്ടില്ല. അത് കൂവി തുടങ്ങാനാവുന്നതേ ഉള്ളൂ. ബാക്കിയുള്ള വേറൊരു പൂവനും അല്ലാത്ത എല്ലാവരും കൂവി തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഈ കാണുന്ന ഈ പുള്ളിപ്പൂവനും കൂവി തുടങ്ങിയിട്ടില്ല. അതും കൂവാനായിട്ടേ ഉള്ളൂ. ബാക്കിയുള്ള എല്ലാ പൂവന്മാരും നിലവിലിപ്പോൾ കൂവുന്നുണ്ട്. അതുപോലെ അത്യാവശ്യം നല്ല ആക്റ്റീവായി തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ ഇവരെ പാരൻറ് സ്റ്റോക്കിലേക്ക് വിചാരിച്ച് കീപ്പ് ചെയ്തായിരുന്നു. പക്ഷേ ആ ഒരു ബാച്ചിൽ മിക്കതും പൂവൻ കുഞ്ഞുങ്ങളായതുകൊണ്ട് നമ്മളിനി ഒരു മാസം കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൽ കുറേ എണ്ണത്തിനെ കൊടുക്കണം എന്നുള്ള പ്ലാനിങ്ങിലാണ്. കാരണം ഒരുപാട് പൂവന്മാരായതുകൊണ്ട് നമുക്ക് ഇവരെല്ലാവരും കൂടി മെയിൻറ്റെയിൻ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ ഈ കാണുന്ന പൂവൻ നമ്മൾ ആ കാപ്പിരിയുടെ കൂടെ ഉള്ളതാണ്. ഇവർ രണ്ടുപേരും നമ്മൾ ആ ബാച്ചിൽ ബാക്കിയുള്ള എല്ലാവരും കൊടുത്തതിന് ശേഷം നമ്മൾ പാരൻസ് കീപ്പ് ചെയ്തതാണ്. ഇവനിപ്പോൾ ഇത് കൂവി തുടങ്ങി സെറ്റായിട്ടുണ്ട്. പിന്നെ അതിലൊരു വരുന്നൊരു പെടക്കുഞ്ഞാണിത്. ഒരു നെയ്ക്കഡ് നെക്കിൽ നല്ലൊരു പുള്ളിപ്പെടക്കുഞ്ഞ്. ഇത് നല്ലൊരു അടിപൊളി പെടക്കുഞ്ഞായിട്ടുണ്ട്. ആൾക്കിപ്പോൾ മോൾഡിങ് ആണ്. പിന്നെ ഈ കാണുന്ന നെയ്ക്കഡ് നെക്ക് പുള്ളിപ്പൂവനെ നമ്മൾ ഓൾറെഡി സെയിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആൾ ഇനിയിപ്പോൾ 1-2 ദിവസം കൊണ്ട് നമ്മൾ കൊറിയർ അയക്കുന്നതാണ്. അപ്പോൾ ഇതേപോലെ നല്ല നല്ല ബാച്ചുകൾ നമ്മളെ കയ്യിൽ ഇനി വരാനുണ്ട്. അപ്പോൾ ആവശ്യക്കാരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളായിട്ട് കോൺടാക്ട് ചെയ്തോളൂ. നല്ല നല്ല ഡേ ഓൾഡ് കുഞ്ഞുങ്ങളും ഇതേപോലത്തെ നല്ല നല്ല കോഴികളൊക്കെ വരും. നമുക്ക് പൊതുവേ നെയ്ക്കഡ് നെക്കിൽ അങ്ങനെ പെടക്കുഞ്ഞുങ്ങൾ ഇവിടെ കിട്ടാറില്ല. മിക്കതും പൂവൻ കുഞ്ഞുങ്ങളാണ് കിട്ടാറുള്ളത്. ഇത്തവണ നമുക്ക് ഒരു ഭാഗ്യം പോലെ കിട്ടിയതാണ് ഈ പെടക്കുഞ്ഞിനെ. ആളാണ് നല്ല അടിപൊളി പാറ്റേണും നമുക്ക് ഇഷ്ടപ്പെട്ടൊരു ടൈപ്പ് ശരീരപ്രകൃതിയും കാര്യങ്ങളൊക്കെയാണ് ആളത്. എല്ലാവരും രാവിലെ കൂടുന്ന അയച്ചിട്ട് കഴിഞ്ഞാൽ ഫുഡ് കഴിച്ച് നേരെ ഈ മാവിലാണ് കയറിയിരിക്കുക. പിന്നെ അവിടെ ഒരു കൂവൽ മത്സരം തന്നെ ആയിരിക്കും എല്ലാവരും കൂടെ. അപ്പോൾ ആരാണ് കൂടുതൽ സമയം കൂവി നിൽക്കുക എന്നുള്ള പോലെ ആയിരിക്കും. ഓരോരുത്തരും മാറി മാറി കൂവി കൊണ്ട് തന്നെ ആയിരിക്കും അതിൽ നിന്ന്. പൊതുവെ ഈ നാടൻ കോഴികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഒരു മരച്ചില്ലയിലും അതുപോലെ കുറച്ച് ഉയരങ്ങളിലൊക്കെ കയറി ഇരിക്കാൻ ആഗ്രഹിക്കുന്ന ടൈപ്പായിരിക്കും. മിക്ക സമയങ്ങളിലും നാടൻ കോഴികൾ പറഞ്ഞാൽ അങ്ങനെ ഉയരങ്ങളിൽ കയറി ഇരിക്കാൻ തന്നെയാണ് അവർക്ക് കൂടുതൽ ഇഷ്ടം. അപ്പോൾ ഈ സെറ്റിൽ കാണുന്നതിൽ ഏത് പൂവിനാണ് നിങ്ങൾക്കൊക്കെ ഏറ്റവും കൂടുതൽ ഇഷ്ടമായി എന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേക്ക്. അപ്പോൾ അടുത്തൊരു ഫാം അപ്ഡേറ്റും വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.